പിണറായി സർക്കാർ അധികാരത്തിൽ ഏറുന്നതുവരെ വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളികൾ കൊണ്ട് പ്രകമ്പനം കൊണ്ടിരിക്കുകയായിരുന്നു സംസ്ഥാനം. എന്നാൽ BDJS കാറ്റുപോയ ബലൂണാവുകയും സർക്കാർ മാറുകയും മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി കുടുങ്ങുകയും ചെയ്തതോടെ ആകപ്പാടെ ദുരന്തം സംഭവിച്ചു. വെള്ളാപ്പള്ളിക്കിനി കേസിൽ നിന്ന് ഊരുക എന്നതാണത്രേ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് പിണറായിക്ക് വേണ്ടി ഘോരഘോരം വാദിക്കാൻ വെള്ളാപ്പള്ളി ഇറങ്ങിത്തിരിച്ചു. പഴയതുപോലെ വലിയ വെല്ലുവിളികൾ ഇല്ലേയില്ല. പൊതുവേദികളിൽ പ്രസംഗിക്കുമ്പോൾ പോലും നല്ല നിയന്ത്രണം. ഒന്നാമതിപ്പോൾ ശബ്ദം തീരെ ശരിയല്ല. സുഹൃത്തുക്കളെ, ഇന്ന് തന്നെ ഒരു 4 പ്രസംഗങ്ങൾ ഇടയ്ക്ക് ചെയ്യേണ്ടിയിരുന്നത് കൊണ്ട് എന്റെ ശബ്ദം ശരിയല്ല. നല്ല സുഖമില്ലാതിരിക്കുകയാണ്. കണ്ടാൽ വലിയ കുഴപ്പമില്ലെങ്കിലും ചവയ്ക്കുള്ളൊരു മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ മറന്നുപോയി. എങ്കിലും 2 വാക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കടമ എനിക്കുണ്ട്. അങ്ങനെ അബദ്ധം പറ്റിയപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ ആ മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അത്തരം അറിവ് എനിക്കുണ്ടായിരുന്നെന്ന് ഞാൻ യോഗം ജനറൽ സെക്രട്ടറി ആകലായിരുന്നു, ഉറപ്പാണ്. അതുകൊണ്ട് മരുന്നിൻ്റെ പേരുമൊക്കെ അറിയാമായിരുന്നുവെങ്കിൽ ചികിത്സയെ പറ്റി അറിയാമെങ്കിൽ ഞാൻ നല്ലൊരു ഡോക്ടറായിരുന്നു. ഞാൻ ദീർഘമായി ഒരു പ്രസംഗം ചെയ്യുന്നില്ല. ഒരു അറിവില്ലാത്തവനാകാനൊട്ടുന്നത് പോസ്റ്റാണ് യോഗം ജനറൽ സെക്രട്ടറി. ആർക്കും അങ്ങനെ യോഗം ജനറൽ സെക്രട്ടറി ഒരു അധ്യാപകനാണെന്ന് വിചാരിച്ചാൽ എനിക്കൊക്കെ പോകും. അതിന് യോഗ്യത വേണം. ഇപ്പോൾ യോഗം ജനറൽ സെക്രട്ടറി യോഗ്യത വേണമെന്നൊന്നുമില്ല. ഒരു സ്ഥിരാംഗമായാണ് നിങ്ങൾക്കും ആകാൻ എനിക്കും ആകാം. ചിലരെല്ലാം താഴെയുണ്ട്. എനിക്ക് വലിയ ഡിഗ്രി ഇല്ലാത്ത ചെത്തുമുത്തിയത് ഒരുപാട് പരിജ്ഞാനമൊന്നുമില്ല. നിങ്ങളൊന്നാണ് SNDP അങ്ങനെ ഉണ്ടായി, ശിവഗിരി തീർത്ഥാടനം അങ്ങനെ ഉണ്ടായി. ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത്? ചരിത്രത്തിലേക്ക് നോക്കൂ. അതാണ്, ചരിത്രത്തിലേക്ക് നോക്കാനാണ് പറയുന്നത്. ചരിത്രത്തിലെ ശ്രീനാരായണ ഗുരുവിനെ ജാതി നേതാവാക്കി വ്യാഖ്യാനിക്കുകയായിരുന്നല്ലോ ഇത്രയും കാലം. എന്നാൽ ഇപ്പോൾ അത്രയ്ക്കങ്ങില്ല. രാഷ്ട്രീയത്തിലും വലിയ അഭിപ്രായ പ്രകടനങ്ങൾ ഇല്ല. അതുകൊണ്ട് ശ്രീനാരായണ ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചാണ് പ്രസംഗം മുഴുക്കെ. എൻ്റെ അമ്മ ദേവകിയായി പ്രസവിച്ചപ്പോൾ നടേശൻ ജനിച്ചു. അമ്മ ഈഴവസ്ഥയായതുകൊണ്ട് നടേശൻ ഈഴവനായി. എൻ്റെ അമ്മ മറിയാമ്മയായിരുന്നെങ്കിൽ ഞാൻ മത്തായി ആയിരുന്നെങ്കിൽ നിങ്ങൾ SNDP ജനറൽ സെക്രട്ടറി ആക്കുമോ? ഒരിക്കലും ആക്കിയല്ല. ഈ സാമൂഹ്യ സത്യങ്ങൾ സാമാന്യമായി നമ്മുടെ തലയിൽ കയറട്ടെ. ഒന്നാമതായി നാം എന്ന് തൊട്ട് കോടി മന്ത്രപ്പൊരുൾ നാമെന്ന് അറിഞ്ഞുകൊണ്ടാണ് പാമ്പയം എന്നാണ് ഗുരു കുണ്ടലിപ്പാട്ടിൽ നമ്മളെ പറഞ്ഞ്. അപ്പോ പരബ്രഹ്മമാണ് ഗുരു. മാത്രമല്ല, രണ്ടാമതായി ഓമെന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാമം അറിഞ്ഞുകൊണ്ടാണ് പാമ്പേ എന്ന് പറഞ്ഞാൽ ഗുരു ആരായി മാറി? ഒരു കാര്യം ഞാൻ വെട്ടിത്തുറന്ന് പറയട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭാര്യ വന്നു. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, ഞാൻ വരുന്നതിന് മുമ്പ് നിർത്തിയാന്ന്. അതുകൊണ്ട് എനിക്ക് ഭാര്യ വലിയ പേടി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സമയം ഞാൻ 1 മണി 12:45 ഇവിടെ വന്ന് നിങ്ങൾക്ക് നല്ല ഓണാശംസകൾ. ശ്രീനാരായണ ശ്ലോകങ്ങളെയോ പിണറായിയെയോ മാത്രമല്ല, വെള്ളാപ്പള്ളിക്ക് ഭാര്യയെയും നല്ല പേടിയാണ്. ഭാര്യയെ ജാസ്തി പേടി എന്ന പ്രയോഗം തന്നെയുണ്ട്. ഭാര്യയെ ജാസ്തി പേടിയായതുകൊണ്ടാണത്രേ BJPയോട് വെള്ളാപ്പള്ളി അടുത്തത്. എന്തായാലും ഇപ്പോഴത് പരസ്യമായ രഹസ്യമായി കഴിഞ്ഞു. വെള്ളാപ്പള്ളിയുടെ ആകുലതകൾ പിണറായി വിജയൻ കാണുന്നുണ്ടോ എന്തോ. വിജിലൻസ് കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിയെടുക്കണം. കഴിഞ്ഞ കാലത്ത് എന്തൊക്കെയായിരുന്നു? ഉമ്മൻചാണ്ടി സർക്കാരിനെയാണെങ്കിൽ വരച്ച വരയിൽ വിറപ്പിച്ചുകൊണ്ടിരുന്ന കാലം. അതുകൊണ്ട് ഗണേഷ് കുമാറും ചോദിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ നാവിറങ്ങിപ്പോയോ എന്നാണ്. എല്ലാ മന്ത്രിമാരെയും വിളിച്ച് വേദിയിലിരുത്തി, ആ മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും ഇരുത്തി പേരെടുത്ത് പറഞ്ഞ് പുലഭ്യം പറഞ്ഞിരുന്ന ഒരു സമുദായ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി എന്തു പറയുന്നുണ്ടെങ്കിലും അത് തന്നെ ശരി, അങ്ങനെ തന്നെ എന്ന് പറയാൻ ലജ്ജയില്ലാത്തയാളായി മാറി. എല്ലാ രാഷ്ട്രീയക്കാരെയും, കേരളത്തിൽ ഭരിച്ചിരുന്ന മന്ത്രിമാർ, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, അടൂർ പ്രകാശ് അടക്കം ഉള്ള ആളുകളെ സ്റ്റേജിൽ വിളിച്ചിരുത്തി. MLA മാരെ, ഹരിപ്പാട് MLA
വിഷ്ണുനാഥിനെ ഇവരെല്ലാം സ്റ്റേജിൽ ഇരുത്തിയിട്ട് പുലഭ്യം പറഞ്ഞിരുന്ന ഒരു സമുദായ നേതാവ് ഒരു ശബ്ദവും കേൾക്കാനില്ല. കാരണം ഭയമാണ്, മോഷ്ടിച്ചത് പിടിക്കുമെന്ന ഭയം. ഗണേശന്റെ വാക്കുകൾ കേട്ടെങ്കിലും പഴയ വെള്ളാപ്പള്ളി ഉയർത്തെഴുന്നേൽക്കുമെന്ന് വൃഥാ പ്രതീക്ഷിക്കാം. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കത്തെഴുത്ത്. ഇതുവരെയുള്ള സമരങ്ങൾ വെജിറ്റേറിയൻ സമരങ്ങളായിരുന്നെങ്കിൽ